ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ആൻഡ് ട്രേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പിക്സിനെ കുറിച്ച് ഒന്ന് പറയാണ്. അതിന് മുമ്പ് ഈ ലെവൽസ് എന്താണെന്ന്, അതായത് ഫ്രഷറായിട്ട് പുതിയൊരാൾ കാണുകയാണെങ്കിൽ ഈ ലെവൽസ് എന്താണെന്ന് ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവില്ലല്ലോ. അതെന്തൊക്കെയാണെന്ന് പറയാം. ഓക്കെ, എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് പറയാം. ഇതാണ് നമ്മുടെ ബൈയിങ് ലെവൽ. ഇതിന് എബോവ് നമുക്ക് ബൈയിങ്ങിന് ഒരു ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ സമയത്തുള്ള ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്. ഈ സമയത്ത് ഈ ലെവലിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ സ്റ്റോപ്പ് ലെസ് വെക്കാനുള്ള ലെവലാണ് ഇത്. നമ്മുടെ സെല്ലിങ്ങിന് ചാൻസ്, അതായത് ഇതിന് താഴത്തേക്ക് നമുക്കൊരു ഡൗൺവേർഡ് മൂവ്മെൻറ്റിന് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ സമയത്തുള്ള സ്റ്റോപ്പ് ലോസ് ആണ് ഈ ഏരിയയിൽ, ഈ റീജിയൻ വരുന്നത്. ഓക്കെ, ഇതതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്. ഇതാണ് തേർഡ് ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ അമർ രാജ ബാറ്ററി ആയിരുന്നു ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നത്. അമർ രാജ ബാറ്ററിയിൽ ഒരു ഗ്യാപ്പ് അപ്പാണ് ഓപ്പണിംഗ് ആയത്. അത് നമ്മൾ ആ റീജിയനിൽ തന്നെ കിടന്ന് കളിച്ചു. അതായത് ഇത് പൊട്ടി ഇത് ബ്രേക്ക് ചെയ്തിട്ട് താഴത്തേക്ക് വന്നിട്ട് ഈ ലെവൽ ആക്ടിവേറ്റ് വേണമെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ റീജിയനിൽ തന്നെ ആയതുകൊണ്ട് നമ്മളത് എടുക്കുന്നില്ല. പിന്നെ ഇത് ഒരു കൺസോളിഡേഷനാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെയും കൂടി നിങ്ങൾക്ക് വാച്ച് ചെയ്യാം, കാരണം ബ്രേക്ക് ഔട്ടിന് ചാൻസ് ഉണ്ട്. ഫ്രണ്ട്സ്, അടുത്തായിട്ട് ടാറ്റ കൺസൾട്ടൻസി ആയിരുന്നു. ടാറ്റ കൺസൾട്ടൻസി നമുക്ക് നോക്കിയറിയാം, ഈ പ്രൈസ് ലെവൽ ഉണ്ട്. ഈ പ്രൈസ് ലെവൽ ആദ്യം നമ്മൾ പ്രൈസ് ലെവൽ ക്രോസ് ചെയ്തു. ആ സമയത്ത് വാങ്ങിയവരൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവാം. അതിനുശേഷം ഇത് ഇവിടുത്തെ സപ്പോർട്ട് എടുത്തുകൊണ്ട് നല്ലൊരു മൂവ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2600 താഴത്തേക്കാണെങ്കിൽ എന്തുണ്ടാവുമെന്ന്, ഒരു ബ്രേക്ക് ഡൗൺ, നല്ലൊരു ഫോളിന് ചാൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. കറക്റ്റായിട്ട് നല്ലൊരു മൂവ്മെൻറ്റിന് 2664 രൂപ വരെ നമുക്ക് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഹിന്ദുസ്ഥാൻ പെട്രോൾ ആയിരുന്നു. ഹിന്ദുസ്ഥാൻ പെട്രോളിൽ നമ്മുടെ ലെവൽ കറക്റ്റായിട്ട് ഇവിടെ ആക്ടിവേറ്റ്, കാരണം ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈനിന് സപ്പോർട്ട് എടുത്ത് കറക്റ്റായിട്ട് 3 ടാർഗറ്റും അച്ചീവ് ചെയ്തു. ഇതൊരു സ്കാൽപ്പിംഗ് മെൻറ്റാലിറ്റിയിൽ എടുത്താലേ നമുക്ക് ആ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. കാരണം ആ ഒറ്റ ക്യാൻഡിൽ അച്ചീവ് ചെയ്തു, അതേപോലെ തിരിച്ചിറങ്ങുകയും ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മളുടെ സെല്ലിങ് ആക്ടിവേറ്റായി നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റിൽ തന്നെ കിടന്ന് കളിച്ചു. ഫ്രണ്ട്സ്, അടുത്ത NTPC ആയിരുന്നു. ഞാൻ ഇന്നലെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു NTPCയിൽ ഒരു നോട്ടം വേണമെന്ന്, കാരണം ഒരു വോളട്ടിലിറ്റിക്ക് ചാൻസ് ഉള്ളതാണ്. ഞാൻ ബുള്ളിഷ് ആവും എന്നാണ് വിചാരിച്ചത്, കാരണം ഇവർ ബൈബാക്ക് പറഞ്ഞിരിക്കുന്നത് 115 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബുള്ളിഷാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. പക്ഷേ എന്തായാലും നമ്മൾ ലെവൽ വെച്ച് പറയാം. ലെവൽ വെച്ച് പറയുമ്പോൾ നമ്മൾ ഗ്യാപ്പ് അപ്പാണ് ഓപ്പണിംഗ് ആയത്. അതിനുശേഷം അത് താഴത്തേക്ക് വന്നു, നമ്മുടെ എന്തായി സെല്ലിംഗ് ലെവൽ ആക്ടിവേറ്റ് ആയി. ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു സ്പൈക്ക് നമ്മൾ കണക്കാക്കുന്നില്ല, കാരണം അവിടെ ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുശേഷം കണ്ടോ നമ്മുടെ ഈ ലെവലിൽ അത് ആക്ടിവേറ്റ് ആയി, നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അതിനുശേഷം അത് റിട്ടേൺ പോയിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. നമ്മൾ സ്റ്റോപ്പ് ലോസ് അവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് കറക്റ്റായിട്ട് വന്ന് നമ്മുടെ 3 ടാർഗറ്റും അച്ചീവ് ചെയ്തു. അത് ഫ്രണ്ട്സ്, അടുത്ത ലൂപ്പിനായിരുന്നു. ലൂപ്പിൽ നോക്കി നമ്മൾ ആ പറഞ്ഞ ലെവലിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് തന്നെ ആൾ മുന്നിലേക്ക് പോയി, ഒന്നും നോക്കേണ്ടി വന്നിട്ടില്ല. നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെ ആയിരുന്നു നമുക്ക് തന്നത്. ഇനി ഇത് എന്തുകൊണ്ട് എടുത്തു എന്നുള്ളതൊന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇത് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നല്ലൊരു ഫോൾ തന്നതിന് ശേഷം ഒരു റീട്രേസ്മെൻറ്റ് പ്രതീക്ഷിച്ചിരുന്നു. ഓക്കെ, ചെറിയൊരു റീട്രേസ്മെൻറ്റ് എന്തായാലും പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടായിരുന്നു ഇത് പരിഗണിക്കാൻ കാരണം. അഥവാ ഇനി ഇതിൻ്റെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് തരും. കാരണം ഇത്രയും വന്നു, ഒന്ന് ഹോൾട്ടായ സ്ഥിതിക്ക് ഒരു റീട്രേസ്മെൻറ്റ് വരും. അതിന് ശേഷം ചിലപ്പോൾ താഴത്തേക്ക് വരാം, അത് അടുത്ത കാര്യമാണ്. ബട്ട് ഈ ഒരു ക്യാൻഡിൽ വന്നതുകൊണ്ട് നമുക്ക് ഒരു ഇൻഡിസിഷനാണ് വന്നിരിക്കുന്നത്. പക്ഷേ താഴത്തേക്കോ മുകളിലേക്കോ വരാം. അപ്പം ഈ ഒരു കണ്ടീഷനിൽ എന്തായാലും ഒരു റീട്രേസ്മെൻ്റ് ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം ഇതിൽ എൻ്റെ ലിസ്റ്റിൽ ഞാൻ പെടുത്തിയത് തന്നെ. അദാനി എൻ്റർപ്രൈസസ് ആണ്. അദാനി എൻ്റർപ്രൈസസ് 347 രൂപ 35 പൈസയ്ക്ക് മുകളിലേക്കൊരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അതുപോലെ അടുത്തത് അദാനി എൻ്റർപ്രൈസസ് ആയിരുന്നു. അദാനി എൻ്റർപ്രൈസസ് 347 രൂപ 35 പ്രൈസ് ലെവലിന് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ വരാനുള്ള ചാൻസ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവൽ വെച്ചിട്ട് ഇതാണ് ഫസ്റ്റ് ടാർഗറ്റാക്കി വെച്ചിരിക്കുന്നത്. മാക്സിമം ഇവിടെ നിന്ന് നമുക്ക് ഈ പ്രോഫിറ്റ് എടുത്തിട്ട് സേഫ് ആയതിനു ശേഷം റീട്രേസ്മെൻറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അടുത്തൊരു എൻട്രിയും കൂടി എടുക്കുക. അതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. ഓക്കെ, കാരണം ഈ ഒരു ഹൈയിൽ നിന്ന് ചിലപ്പോൾ ഒരു റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ സെല്ലിംഗ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 339.60 താഴത്തേക്ക് ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റിന് ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കണ്ടു. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിനും ഒരു ചാൻസ് കണക്കാക്കിയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. കാരണം എന്താ, ട്രെൻഡ് ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
ഇതിൽ ബ്രേക്കൗട്ട് തന്നു, ബട്ട് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിനെ ഒരു ബൈയിങ് ലെവലിലേക്ക് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, അടുത്ത ടാറ്റ സ്റ്റീലാണ്. ടാറ്റ സ്റ്റീൽ ഒരു ട്രയാങ്കിൾ ഫോർമേഷനാണ് കാണുന്നത്. നമ്മളിനി പ്രൈസ് ലെവൽ വെച്ച് പറയുകയാണെങ്കിൽ 410 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 404 രൂപയ്ക്ക് താഴെയാണെങ്കിൽ ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്തത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻസ് ആണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻസ് കണ്ടാൽ തന്നെ അറിയാം ഒരു കൺസോളിഡേഷൻ ലെവലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 128 രൂപയ്ക്ക് മുകളിലേക്ക്, അതായത് ഈ ഒരു ലെവലിന് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് കാണുന്നുണ്ട്. ഈ ഒരു ലെവലിന് താഴേക്കാണെങ്കിൽ ബിയറിഷ്നെസ്സിന് ചാൻസ് കാണുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡെയിലി ചാർട്ട് നിങ്ങളൊന്ന് എടുത്ത് നോക്കുക, എന്നിട്ടൊന്ന് അനലൈസ് ചെയ്യുക എന്തുകൊണ്ട് എടുത്തു. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഞാൻ ലൂപ്പിൻ്റെ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് അത് കത്താതിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ ഒരു പോയിന്റ് വന്നാൽ ഇങ്ങനെ ചിന്തിക്കാം എന്ന്. ശരിയാവണം എന്നൊന്നുമില്ല, ബട്ട് ഇറ്റ് മേ ബി സംഭവിക്കാം. ഫ്രണ്ട്സ്, അടുത്ത ജിൻഡാൽ സ്റ്റീലാണ്. ജിൻഡാൽ സ്റ്റീൽ നല്ലൊരു മൂവ്മെൻറ്റ് തന്നിട്ടിരിക്കുകയാണ്. ബട്ട് എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്തു. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ ഡെയിലി ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ഡെവലപ്മെൻറ്റിന് ഉപകരിക്കുന്നു പറയാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്തത് കൊട്ടാക് ബാങ്ക് ആണ്. കൊട്ടാക് ബാങ്കിൻ്റെ പ്രോഫിറ്റ് വന്നതിന് ശേഷം, Q2 പ്രോഫിറ്റ് വന്നതിന് ശേഷം ഇത് നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ട് ഇപ്പോൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റെസ്റ്റ് ബ്രേക്ക് ഔട്ട് ആവാനൊരു ചാൻസ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു ലെവലാണ് 1605 രൂപയ്ക്ക് മുകളിലേക്കാണെങ്കിൽ ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 1566 രൂപയ്ക്ക് താഴെയാണെങ്കിൽ ഒരു ബിയറിഷ്നെസ്സിനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലെവൽ എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങളുടേതായ സ്ട്രാറ്റജിയും കൂടി കൺസിഡർ ചെയ്ത് മൂവ്മെൻറ്റ് കൺഫർമേഷൻ വരുത്തിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. കാരണം ഇതെല്ലാം ജസ്റ്റ് ഒരു പ്രൈസ് ലെവൽസ് ആണ്, ഒരു കൺഫർമേഷൻ അല്ല. ഇതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസോ എന്തോ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടപ്പെട്ട രീതിയിലുള്ള ഒരു പ്രൈസ് റീജിയൻ ആണത്. അതുകൊണ്ട് തന്നെ നിങ്ങളതൊരു കൺഫർമേഷൻ വന്നതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഞാൻ ഈ പറഞ്ഞ ലെവലുകൾ കറക്റ്റായിട്ട് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ 10 രൂപയൊക്കെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ എൻ്റെ കൺസെപ്റ്റ് പ്രകാരം ആണെങ്കിൽ ഒരു ഈ ലെവലിൽ 593 ലെവലിലൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് കൂടുകയാണെങ്കിൽ ഞാൻ ക്വാണ്ടിറ്റി കുറയ്ക്കും. എൻ്റെ ലോസ് ഫിക്സഡ് ആയിരിക്കും, എൻ്റെ ക്വാണ്ടിറ്റി ഞാൻ കുറയ്ക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ബട്ട് ഇതൊരു ആവറേജ് ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു ചെറിയൊരു റിസ്ക് ഉണ്ട്. അങ്ങനത്തെ രീതിയിലാണ് എന്ത് വെച്ചിരിക്കുന്നത്, സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യരുത്. എവിടെ നിന്ന് ട്രേഡ് എടുക്കുകയാണെങ്കിലും നിങ്ങളുടേതായ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങളുടെ വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം അരുൺ ജി.